നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നെന്മാറ ഇരട്ട കൊലപാതകത്തിൽ പ്രതി ചെന്താമര കഴിഞ്ഞ ദിവസം പിടിയിലായതിന് പിന്നാലെ തന്നെ പല രീതിയിലുള്ള ദുരൂഹതകളാണ് പുറത്തു വരുന്നത്. പ്രതി ഇവരെ മാത്രമല്ല, വീണ്ടും ഒരു 3 പേരെയും കൂടി കൊലപ്പെടുത്താനായി തന്നെയായിരുന്നു തയ്യാറെടുത്ത് നടക്കുന്നുണ്ടായിരുന്നത്. അതിനിടയിലാണ് പ്രതി പിടിയിലാകുന്നത്. പ്രതിയെ ഇതിലേക്ക് നയിച്ചത് സംശയരോഗവും അതുപോലെ തന്നെ വല്ല മന്ത്രവാദവും ഗൂഢോത്രവും ആയിട്ടുള്ള കാര്യങ്ങൾ, അതുമായി സംബന്ധിച്ച കാര്യങ്ങളാണ്. എപ്പോഴും 10 രൂപ കയ്യിൽ കിട്ടിയാൽ ചെന്താമര വെപ്രാളത്തോടെ പോകും. അയാൾക്ക് വിശ്വാസമുള്ള ജോൽസിനെ തേടിയാണ് ആ യാത്ര. അത് ആരാണെന്ന് ഇതുവരെയായിട്ടും പോലീസിനെ കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. അവരെന്തു പറയുന്നുവോ അത് അതേപടി വിശ്വസിക്കും, അനുസരിക്കുകയും ചെയ്യും. അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞാൽ അതും, അല്ല കൂടോത്രം വേണമെന്ന് പറഞ്ഞാൽ അതും ചെയ്യും. ഭാര്യയുടെ സ്വർണം വിറ്റുവരെ ഇങ്ങനെ ജോത്സ്യനെ തേടിയുള്ള യാത്രകൾ ചെന്താമര നടത്തിയിട്ടുണ്ട്. ചെന്താമരയുടെ ശല്യം സഹിക്കവയ്യാതെയാണ് ഭാര്യ പോയത്. എന്നാൽ ചെന്താമര വിശ്വസിച്ചതാകട്ടെ എല്ലാത്തിനും കാരണം നീളൻ തലമുടിയുള്ള സ്ത്രീയാണെന്ന പണിക്കരുടെ വാക്കുകൾ. ആ കുട്ടി ഒരു പാവമായിരുന്നു. ജോൽസിന്റെ വാക്ക് കേട്ടാണ് ചെന്താമര 2019 സജിതയെ വെട്ടിക്കൊലപ്പെടുത്തിയത്. തൊട്ടടുത്ത് തന്നെയുള്ള പുഷ്പ എന്ന മറ്റൊരു സ്ത്രീയാണ് ചെന്താമരയുടെ അടുത്ത ഉന്നമെന്നും നാട്ടുകാരും ബന്ധുക്കളും പറയുന്നു. അവന്റെ കയ്യിൽ കൊടുവാളുണ്ട്. തെളിവെടുപ്പിനിടെ വീട്ടിൽ നിന്ന് പോലീസ് കണ്ടെത്തിയ കൊടുവാളല്ല, മറ്റൊരു കൊടുവാൾ. അത് അവൻ എല്ലായ്പ്പോഴും കയ്യിൽ സൂക്ഷിക്കും. തന്റെ കുടുംബം തകർത്തവരെ എപ്പോൾ തന്റെ മുന്നിൽ കിട്ടിയാലും വകവരുത്താനായി കൊണ്ടു നടക്കുന്നതാണത്. ആരെന്ത് പറഞ്ഞാലും എത്ര ശാസിച്ചാലും അവൻ അനുസരിക്കില്ല എന്നും അയൽവാസികൾ പറയുന്നു. ചെന്താമരയെ മയന്ന് വീടിന് പുറത്തുള്ള ശുചിമുറിയിൽ പോലും പോകാറില്ലെന്നും അയൽവാസിയായ വീട്ടമ്മ പുഷ്പ പറഞ്ഞു. പ്രതി തയ്യാറാക്കിയ കൊല്ലാനുള്ളവരുടെ പട്ടികയിൽ താൻ കൂടി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. എപ്പോഴും മരണഭയത്തിലാണ് താൻ കഴിയുന്നത്. വീടിന് പുറത്ത് ശബ്ദം കേട്ടാൽ പോലും പേടിയാണ്. മാരകായുധങ്ങളുമായി പലതവണ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. അത് സംബന്ധിച്ച് പോലീസിൽ പരാതിപ്പെട്ടിട്ടും നടപടി ഉണ്ടായില്ലെന്നും പുഷ്പ പറയുന്നു. അതേസമയം നെന്മാറ ഇരട്ട കൊലപാതക കേസ് പ്രതി അതിവിദഗ്ധനായ കുറ്റവാളിയാണെന്നും പാലക്കാട് ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ അറിയിച്ചു. ചെന്താമരയുടെ പ്രകൃതം കടുവയെ പോലെയാണെന്നും പോലീസ്. 1.5 ദിവസം പ്രതി വനത്തിൽ നിന്നു. കൊലപാതകത്തിന് പ്രതിക്ക് മനസ്താപമില്ല. പോലീസിന്റെ തെരച്ചിൽ ഉൾപ്പെടെയുള്ള നീക്കങ്ങൾ ചെന്താമര സൂക്ഷ്മമായി നിരീക്ഷിച്ചു. അതുകൊണ്ടാണ് ഇയാൾക്ക് 2 ദിവസത്തോളം ഒളിച്ചിരിക്കാൻ സാധിച്ചതെന്നും വാർത്താ സമ്മേളനത്തിൽ SP പറഞ്ഞു. പ്രാഥമിക ചോദ്യം ചെയ്യൽ പൂർത്തിയായ ശേഷം മാധ്യമങ്ങളെ കണ്ട് സംസാരിക്കുകയായിരുന്നു SP. പ്രതിയെ സ്ഥലത്തെത്തിച്ച് ഇരട്ടക്കൊല പുനരാവിഷ്കരിക്കും. തെളിവെടുപ്പ് നടത്തും. ഇന്ന് വൈകിട്ട് പ്രതിയെ കോടതിയിൽ ഹാജരാക്കുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. എല്ലാ കാര്യങ്ങൾക്കും കൃത്യമായ പ്ലാനിംഗ് ഉള്ള ആളാണ് ചെന്താമര. വിഷം കുടിച്ചെന്ന പ്രതിയുടെ മൊഴി സ്ഥിരീകരിക്കാൻ കഴിഞ്ഞില്ലെന്നും കൊലയ്ക്ക് ഉപയോഗിച്ച ആയുധം നേരത്തെ തന്നെ പ്രതി തയ്യാറാക്കി വെച്ചിരുന്നെന്നും പാലക്കാട് SP അജിത് കുമാർ പറഞ്ഞു. ഏതായാലും പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്തതിൽ നിന്ന് മാത്രമാണ് ഈ പ്രതിക്ക് നിർദ്ദേശങ്ങൾ നൽകിയിരുന്ന, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു കൂടോത്രമാണ് തന്റെ കുടുംബജീവിതം തകർത്തത് എന്നൊക്കെ നിർദ്ദേശം നൽകിയിരുന്ന ഈ പറയുന്ന ഒരു ജോത്സ്യനെ കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ല. കൂടുതൽ ചോദ്യം ചെയ്തതെന്ന് അയാളെയും അറസ്റ്റ് ചെയ്യാനാകുമെന്ന് പ്രതീക്ഷിക്കും.